ഹായ് ഡിയേഴ്സ്, ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് ചിക്കനാണ് കിട്ടിയിരിക്കുന്നത്. ചിക്കൻ 15 മിനിറ്റ് ഉപ്പുവെള്ളത്തിലിട്ട ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 8 സവാള, മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതെൻ്റെ പുതിയ കട്ടിംഗ് ബോർഡാണ് കേട്ടോ. മുകളിലുള്ള സ്റ്റിക്കർ റിമൂവ് ചെയ്ത ശേഷം സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി തുടച്ചെടുത്ത ശേഷമാണ് സവാള ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ശരിക്കും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡാണ്. ഞാനിത് ഓൺലൈനിൽ നിന്നുമാണ് പർച്ചേസ് ചെയ്തത്. ആക്ച്വലി ഞാനല്ല പർച്ചേസ് ചെയ്തത്, എനിക്ക് ഹസ്ബൻഡ് ഇത് പർച്ചേസ് ചെയ്ത് തന്നതാണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ആമസോണിലൊക്കെ എനിക്ക് തോന്നുന്നു ഇതിനേലും വലിയ കട്ടിംഗ് ബോർഡ് കിട്ടുന്നുണ്ട്. നമുക്ക് മൾട്ടിപർപ്പസിന് പറ്റിയ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് പർച്ചേസ് ചെയ്യുന്നതാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് റഫായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ഞാനിത് ചോപ്പ് ചെയ്താണ് എടുക്കുന്നത്. ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് ആണ് എടുക്കുന്നത്. സവാളയും തക്കാളിയും എല്ലാം ഞാൻ ചോപ്പ് ചെയ്താണ് എടുക്കുന്നത്. ചോപ്പർ ഞാൻ മേടിച്ചിട്ട് ഏതാണ്ട് ഒരു 4 മാസത്തിന് മുകളിലായിട്ടുണ്ട്. പക്ഷെ ഞാനത് ആദ്യത്തെ യൂസ് കഴിഞ്ഞപ്പോഴേക്കും എടുത്തു വെച്ചായിരുന്നു. ഒട്ടും ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല. എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്തു ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോൾ. പിന്നീട് ഇപ്പോൾ ഏതാണ്ട് ഒരു മാസത്തോളമായി ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് ചോപ്പർ വളരെ ഈസി ആയിട്ട് തോന്നി. ഒരു 2-3 സവാള നമുക്ക് അറ്റ് എ ടൈം പെട്ടെന്ന് തന്നെ ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അത് നല്ല ഫൈനായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ചിക്കൻ കറിക്ക് വേണ്ടി 2 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 തക്കാളിയും ഇതുപോലെ റഫായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതുപോലെ ചോപ്പർ എനിക്ക് വളരെ ഈസി ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്തും അതിന് കറിയൊക്കെ റെഡിയാക്കുന്ന ആ ഒരു ടൈമിലും സവാളയും ഉള്ളിയൊക്കെ ചോപ്പ് ചെയ്തെടുക്കാനും തക്കാളി ചോപ്പ് ചെയ്തെടുക്കാനും ഒക്കെ ഞാനിപ്പോൾ ചോപ്പർ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്ന എല്ലാ സംഭവങ്ങളും നമുക്ക് വഴറ്റിയെടുക്കാൻ വളരെ ഈസി ആയിട്ട് തോന്നി. അതുകൊണ്ട് നമുക്ക് അത്രയും ടൈം കുറച്ച് മതി കറി റെഡിയാക്കി എടുക്കുന്നതിനൊക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ ചോപ്പർ. ഇതിനിപ്പോൾ ഏകദേശം 500 രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത്. ഞാനിത് അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. 3 സവാള വരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ആ ഒരു ക്വാണ്ടിറ്റിയിൽ ചേർത്ത് കൊടുത്ത് നമുക്കിതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഈ ഒരു സവാള വഴറ്റിയെടുക്കാനൊക്കെ ഈസിയാണ്. അത്രയും ടൈം നമുക്ക് കുറച്ച് മതി കറി റെഡിയാക്കി എടുക്കുന്നതിന്. അതുകൊണ്ട് രാവിലത്തേക്ക് പണിയൊക്കെ എൻ്റെ പെട്ടെന്ന് തന്നെ തീരാറുണ്ട്. രാവിലത്തേക്കും ഉച്ചക്കത്തേക്കുള്ള ലഞ്ചും ഒക്കെ രാവിലെ തന്നെ റെഡിയാകും. അപ്പോൾ അടുക്കളയിൽ എൻ്റെ കൈസഹായി എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ചോപ്പറിനെ. അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കുന്നുണ്ട്. നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ ചോപ്പ് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ മുഴുവനായിട്ടും ചോപ്പ് ചെയ്തിട്ടില്ല, 3 ട്രിപ്പായിട്ടാണ് കേട്ടോ ചോപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് സവാള ചോപ്പ് ചെയ്തത് നേരെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അധികം പാത്രങ്ങളൊന്നും ഉപയോഗിക്കാതെ പെട്ടെന്ന് ഇതുപോലെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് അത്രയും സമയം കുറച്ച് മതി കുക്കിങ്ങിന്. ക്ലീനിങ്ങും കുക്കിങ്ങും അല്ലെങ്കിൽ ഒരുപാട് ടൈം എടുക്കില്ലേ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യാൻ തുടങ്ങിയ പിന്നെ എനിക്ക് വളരെ ഈസി ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് സവാള ചേർത്ത് കൊടുത്ത ശേഷം അതൊന്ന് വഴറ്റിയെടുക്കുക. ആ വഴന്ന് വരുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള സവാള ഇതുപോലെ തന്നെ ചോപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ 3 ട്രിപ്പായിട്ട് ഞാൻ സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോപ്പർ ഉപയോഗിക്കാൻ തുടങ്ങിയത് പിന്നെ പാത്രം കഴുകുന്ന ഒരു പണി എന്ന് പറയുന്നത് കുറച്ച് കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമുക്കിതിങ്ങനെ ചോപ്പ് ചെയ്യുക, നേരെ ഡയറക്റ്റ് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ഈസിയാണത്. നമുക്ക് ഒരുപാട് പാത്രമൊന്നും കഴുകേണ്ട ആവശ്യം വരില്ല. ലാസ്റ്റ് ക്ലീനിങ്ങും എളുപ്പമായിരിക്കും. സാധാരണ ഞാൻ സവാള ചോപ്പ് ചെയ്ത് ചട്ടിയിൽ ചേർത്ത് കൊടുത്ത ശേഷം ഇത് വഴന്ന് കിട്ടുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കും. അപ്പോൾ അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും. എന്നിട്ട് വഴന്ന് കിട്ടുന്ന ആ ഒരു ടൈം കൊണ്ടാണ് ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുക്കാറുള്ളത്. ഇതിപ്പോൾ ഞാൻ വീഡിയോക്ക് വേണ്ടി നേരത്തെ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ.
അതുപോലെ തന്നെ കട്ടിംഗ് ബോർഡ് ആണെങ്കിലും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ നല്ലതായിട്ട് തോന്നി. മരത്തിൻ്റെ ആവുമ്പോൾ ആ ഒരു പിന്നെ മഴക്കാലത്തും അതുപോലെ അതിൽ ഈർപ്പം നിൽക്കുന്ന സമയത്തൊക്കെ പൂപ്പൽ വരാനുള്ള ചാൻസ് ഉണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആവുമ്പോൾ ആ ഒരു കുഴപ്പം ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സംഭവം അടിപൊളിയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആമസോണിൽ ഇതിന് മൾട്ടി പർപ്പസ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഇതുപോലെ കട്ടിംഗ് ബോർഡ് വരുന്നുണ്ട്. അത് നമുക്ക് കൗണ്ടർ ടോപ്പിൽ കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ അതിന് കുറച്ച് വീതിയും നീളമൊക്കെ കൂടുതലാണ്. അപ്പോൾ നമുക്കത് മൾട്ടി പർപ്പസിന് പറ്റും. അതായത് ഇപ്പോൾ പൊടിയൊക്കെ കുഴച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ അത് നല്ലൊരു പ്രോഡക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ ഞാനത് മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഹസ്ബൻഡ് ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ചോപ്പിംഗ് ബോർഡ് കൊണ്ടുവന്നത്. ആ സവാള വഴന്ന് കിട്ടുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ തക്കാളി ഇതിലേക്ക് വേണ്ടത് ചോപ്പ് ചെയ്തെടുക്കാം. തക്കാളി നല്ല ഫൈനായിട്ട് തന്നെ നമുക്കിതിൽ ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ ക്യാബേജ്, ക്യാരറ്റ്, ബീട്രൂട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്കിതിൽ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്ത് തോരനുണ്ടാക്കാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ രാവിലെ നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് റെഡിയാക്കി കൊടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ചോപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തോരനൊക്കെ റെഡിയാക്കി കൊടുക്കാൻ പറ്റും. ഈ ചോപ്പറിൻ്റെ താഴെയാണെങ്കിൽ ഒരു റബ്ബർ ബുഷ് വരുന്നുണ്ട്, ചുറ്റിനും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു സമയത്ത് കൗണ്ടർ ടോപ്പിൽ നിന്നും ഇത് സ്ലിപ്പ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. കണ്ടോ, തക്കാളി നല്ല ഫൈനായിട്ട് തന്നെ ചോപ്പായി കിട്ടിയിട്ടുണ്ട്. എൻ്റെ കുട്ടികൾക്കും ഹസ്ബൻഡിനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഉരലെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പെരിഞ്ജീരകവും ഒരു കഷ്ണം പട്ടയും കൂടി പൊടിച്ചെടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം പെരിഞ്ജീരകമാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5-8 വെളുത്തുള്ളി ഇച്ചിരി വലിയ അല്ലിയുടെ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 8 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഇഞ്ചി അതും ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് സവാള നന്നായിട്ട് വഴന്ന് വരും. അപ്പോൾ നന്നായിട്ട് വഴന്ന് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം റെഡിയാക്കി വെച്ചിട്ട് കറി ഉണ്ടാക്കുന്ന പരിപാടി വേണ്ട. ഇതാവുമ്പോൾ നമുക്ക് ചട്ടി അടുപ്പിൽ വെച്ച് പതുക്കെ അതിൻ്റെ ഒപ്പം തന്നെ ഓരോ വേണ്ട സാധനങ്ങളും റെഡിയാക്കി വെക്കാൻ പറ്റും. ഇനി ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ച മണം ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒരുപാട് ടൈം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം ഇളക്കിയ ശേഷം നമുക്ക് ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ കറി ഉണ്ടാക്കുന്നത് വളരെ ഈസി ആയിരിക്കും. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലി പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി 4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ലോയിലിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ഗരം മസാലപ്പൊടിയാണ്. ഇത് ഞാൻ ഓൾറെഡി മുമ്പ് പൊടിച്ചു വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഫ്ലേവർ കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഞാൻ എക്സ്ട്രാ പെരിഞ്ജീരകം പൊടിച്ചതും പെരിഞ്ജീരകവും പട്ടയും കൂടി സെപ്പറേറ്റ് പൊടിച്ചെടുത്തത് അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിക്ക് നല്ല കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ കറിയായിട്ടല്ല, നല്ല റോസ്റ്റായിട്ടാണ്, തിക്കായിട്ടുള്ള റോസ്റ്റായിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് തക്കാളി ചോപ്പ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുന്ന തക്കാളി പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇനി തക്കാളി നന്നായി ഒന്ന് കുക്കായി വരുന്നത് വരെ വഴറ്റിയെടുക്കണം. ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ തക്കാളി കുക്കായി കിട്ടും. ഈ ഒരു ചിക്കൻ റോസ്റ്റാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന റെസിപ്പി എന്ന് പറയാം. കാരണം ഒരു ഈസി റെസിപ്പിയാണിത്.
എന്നാലോ നല്ല ടേസ്റ്റിയുമാണ്. ചപ്പാത്തി, പൊറോട്ട, നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ് കേട്ടോ ഇത്. ഈ ചിക്കൻ റോസ്റ്റ് ഞാനെപ്പോൾ റെഡിയാക്കിയാലും എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് ഒരുപാട് ഇഷ്ടപ്പെടാറുണ്ട്. തക്കാളി കുക്കായി കിട്ടുന്ന ആ ഒരു സമയം കൊണ്ട്, അതുപോലെ നമുക്ക് ഈ ഒരു ഗ്യാപ്പിലൊക്കെ ഉള്ള ടൈമിൽ നമുക്ക് ക്ലീനിങ്ങും മറ്റ് പരിപാടികളൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ചെയ്യാൻ പറ്റും. കൗണ്ടർ ടോപ്പും മറ്റൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം. ഈ ഒരു കട്ടിങ് എല്ലാം കഴിഞ്ഞതുകൊണ്ട് തന്നെ നമുക്കതൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ പറ്റും. ഇപ്പോൾ തക്കാളി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചിക്കൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ചിക്കൻ്റെ പീസ് ഒന്ന് കളർ മാറി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ഇട്ട ശേഷം നമ്മൾ ഫ്ലെയിം ഒട്ടും കുറച്ച് വെക്കരുത്. ആദ്യം നല്ല ഒരു 10 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം. ആ സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ. ഇതാ ഇപ്പോൾ ചിക്കൻ കണ്ടോ, കളർ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഒരു 10 മിനിറ്റ് നന്നായി വരട്ടിയെടുക്കണം കേട്ടോ. അപ്പോഴാണ് ചിക്കനിലെ ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടുന്നത്. ഇപ്പോൾ ചിക്കൻ നന്നായിട്ടൊന്ന് കളറ് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കൻ നന്നായി ചൂടായി ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ആ ഒരു രീതിയിലാണ് നമ്മൾ ചിക്കൻ എപ്പോഴും കുക്ക് ചെയ്തെടുക്കേണ്ടത്. ആദ്യം കുറച്ച് നേരം ഹൈ ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴേക്കും അതിൽ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരും. ഇതാ ഇപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ചിക്കനിൽ. ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷം ഇതൊന്ന് കവർ ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഈ ഒരു ടൈമിൽ നമുക്ക് പാത്രം കഴുകലും മറ്റു പരിപാടികളൊക്കെ തീർക്കാൻ പറ്റും. ഈ കട്ടിംഗ് ബോർഡ് കഴുകി വൃത്തിയാക്കിയ ശേഷം എപ്പോഴും തുടച്ചു വെക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ ഓരോ പ്രോഡക്റ്റും നമ്മൾ എങ്ങനെ കെയർ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നമുക്കതിന് ഈട് കിട്ടുന്നത്. ഇപ്പോൾ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡ് ആണെങ്കിൽ നമ്മൾ ഉപയോഗം കഴിഞ്ഞ് ഉടനെ തന്നെ സോപ്പ് ഉപയോഗിച്ച് നന്നായി ക്ലീൻ ചെയ്ത് എടുത്ത ശേഷം ഒരു ഡ്രൈ ക്ലോത്ത് ഉപയോഗിച്ച് നന്നായിട്ട് തുടച്ച് എടുത്തു വെക്കാം. അപ്പോൾ നമുക്ക് ഇത് ഒട്ടും തുരുമ്പൊന്നും പിടിക്കാതെ ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റും. ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്ത് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചിക്കൻ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഫ്രഷായിട്ട് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. നല്ല ആ ഒരു കുരുമുളകിൻ്റെ ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നല്ല ഫ്രഷായിട്ട് പൊടിച്ചത് തന്നെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി കുറച്ച് നേരം കൂടി ഇത് കവർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ മസാല ബ്രൗൺ കളറായി കിട്ടുന്നത് വരെ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നാലാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് നമുക്ക് റെഡിയായി കിട്ടുന്നത്. ഇപ്പോൾ ഏകദേശം നല്ല രീതിയിൽ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ മസാല ഒന്ന് സെറ്റായി വരണം. ഒന്നുകൂടി ഒന്ന് സെറ്റായി വരാനുണ്ട്. നല്ല രീതിയിൽ ബ്രൗൺ കളർ ആവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. എത്ര നേരം നമ്മൾ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുന്നോ അത്ര ടേസ്റ്റി ആയിട്ട് നമുക്ക് ചിക്കൻ റോസ്റ്റ് റെഡിയായി കിട്ടും. ഇതാ കണ്ടോ, ഇപ്പം നല്ല മല്ലിയിലൊക്കെ നന്നായിട്ട് ആ ഗ്രേവിയിൽ പിടിച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ബ്രൗൺ കളറായി കിട്ടുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം. നാരങ്ങയുടെയും കുരുമുളകിൻ്റെയും മല്ലിയിലയുടെയൊക്കെ ആ ഒരു ഫ്ലേവർ മുന്തി നിൽക്കുമ്പോഴാണ് ചിക്കൻ റോസ്റ്റിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഇനി എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.